നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച കേസിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ സുഹൃത്ത് അഷ്കർ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. കുട്ടി നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ 51 മുറിവുകൾ. അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ സുനിൽകുമാർ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടനിറക്കും. തീരുമാനം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. നടപടി ആശ്വാസകരമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. സംസ്ഥാനത്ത് നിന്നും കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം അടുത്തിരിക്കെ കിടപ്പാടം കടലെടുക്കുമെന്ന ഭീതിയിൽ എറണാകുളം കണ്ണമാലിയിലെ തീരദേശവാസികൾ. താൽക്കാലിക സംരക്ഷണത്തിനുള്ള മണ്ണ് നിറച്ച ചാക്കുകൾ നച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ. ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികളും ദുരിതത്തിൽ. താമസിക്കുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിൽ. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. IPL-ൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ.